അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയുന്നത്. അതിന് നമ്മളൊരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അരിപ്പൊടിക്ക് പാകത്തിന് നമ്മൾ കുറച്ച് റവ, പിന്നെ തേങ്ങ ചിരകിയത്, ഒരു കപ്പ് ചോറ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, അത്രയാണ് വേണ്ടത്. പിന്നെ അത്രയാണ് വേണ്ടത്. ഇതൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിന് പാകത്തിനുള്ള അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ അരക്കപ്പ് അരിയല്ല എടുക്കുന്നത്, 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടിക്കുകയാണ്. അടിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൽ ഈസ്റ്റ് ചേർക്കണം കേട്ടോ. ഈസ്റ്റ് അത് പൊന്തി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഈസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ ഉള്ള മാവിൻ്റെ അതേ പരുവത്തിൽ വെള്ളമൊഴിച്ച് ലൂസാക്കി എടുക്കുക. അത് അധികം ലൂസാവരുത്, നന്നായി കുറുകിയിരിക്കുകയും ചെയ്യരുത്. അപ്പത്തിൻ്റെയൊക്കെ പാകം അറിയാമല്ലോ, ആ പാകത്തിന് നമ്മൾ കലക്കി വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് നേരം ഒരു 1.5 അവർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോഴത്തേനും ഇത് മാവ് നന്നായിട്ട് പൊന്തി വരും, കുറച്ച് പുളിക്കുകയും ചെയ്യും. അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ സ്വാദ് കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് അപ്പം തന്നെ എടുക്കാം. പിന്നെ നമ്മൾ ഒരു നുള്ളു ഉപ്പ് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ആദ്യമേ ചേർത്തിരുന്നു. അത് നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഉപ്പ് കുറവോ പഞ്ചസാര കുറവോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ഇടാവുന്നതാണ്. അപ്പോൾ എനിക്കിതിൽ കുറച്ചുകൂടെ പഞ്ചസാര കുറവായിരുന്നു. ഇവിടെ അപ്പമല്ലേ, അപ്പോൾ കുറച്ചുകൂടെ പഞ്ചസാര മധുരം ഉണ്ടായിരിക്കണമല്ലോ, അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഇത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇത് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് പാനിൽ ഒഴിച്ചിട്ടുണ്ടാക്കാം. നമുക്ക് അപ്പച്ചട്ടിയിൽ വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ പാനാണ് എടുത്തത്. പാനിൽ വെച്ച് എടുത്ത് അപ്പുറം ഇപ്പുറം മറിച്ച് നന്നായി വേവിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് മുട്ടക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ്റെ കൂടെയോ കഴിക്കാം. നമ്മളിന്ന് മുട്ടക്കറിയുടെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ ബൈ.